എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുഖ്യനെ കണ്ടുകിട്ടി. വേറെ ആരുമല്ല കേട്ടോ, വി.ഡി. സതീശൻ തന്നെ. എന്തിനായിരുന്നു ഈ ചർച്ചയും പ്രശ്നങ്ങളും ഹൈക്കമാൻഡ് തീരുമാനങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ദിവസം ഓരോ വോട്ടർമാരെയും ഓരോ കോൺഗ്രസ് നേതാക്കളെയും വിഡ്ഢികളാക്കിയത്? ശരിക്കും ഹൈക്കമാൻഡ് തന്നെയല്ലേ? ജനങ്ങളെ വികാരം മുമ്പ് തന്നെ അറിയാം. വി.ഡി. സതീശനാണ് ഈ ടീം UDF നയിച്ചത്. പിന്നെ എന്തിനായിരുന്നു ഇത്രയൊക്കെ ചർച്ച? എവിടെയോ കിടന്ന കേസിനെയൊക്കെ എന്തിനാണ് ഇതിൽ വലിച്ചിടേണ്ട ആവശ്യം? കാരണം അയാൾ MLA സ്ഥാനത്തേക്ക് മത്സരിക്കാത്ത ഒരാളാണ്. വീണ്ടും റീഎലക്ഷൻ നടത്തിയിട്ട് അയാളെ ഉള്ള സ്ഥാനം രാജിവെച്ച് എന്തിനാണ് ഇത്രയൊക്കെ? UDF വേറെ നേതാക്കളില്ലേ? അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുണ്ട്, വി.ഡി. സതീശനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനുണ്ട്. ഇത്രയൊക്കെ ആളുണ്ടായിട്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അനാവശ്യ ചർച്ചകൾ നടത്തി. ശരിക്കും കോൺഗ്രസിന്റെ വില കോൺഗ്രസ്സുകാർ തന്നെയല്ലേ കളയുന്നത്? ഇല്ലെങ്കിൽ തന്നെ ജനങ്ങള് ഇവിടുത്തെ ഭരണം കൊണ്ട് 10 വർഷം തലതെറിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. എന്നിട്ട് ഈ കോൺഗ്രസ് വന്നിട്ട് എങ്ങനെങ്കിലും നന്നാവട്ടെ, കേരളം ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് വോട്ട് കൊടുത്തപ്പോൾ ഇവിടെയും സീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം. ശരിക്കും ഇതിൽ വിഡ്ഢികൾ ജനങ്ങളല്ലേ? ഇനിയെങ്കിലും ഈ പോരുകളൊക്കെ അവസാനിപ്പിച്ച് കേരളത്തെ കേരളമാക്കി മാറ്റാൻ പുതിയ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയെങ്കിലും ഈ ചർച്ചകൾ ഇനിയിപ്പോൾ തുടങ്ങും. പ്രതിപക്ഷത്തിൻ്റെ സമരം തുടങ്ങും. അടുത്തത് വേണമെങ്കിൽ നോക്കിക്കോളും. ഇതന്നെയാണ് കേരളത്തിൽ 5 വർഷം കൂടുമ്പോൾ നടന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ്. മറ്റവർ ഭരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് പുതിയ ആൾ വന്നിട്ടപ്പോൾ അവരെതിരെ സമരവും ചെയ്യും. ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊന്നും ചെയ്യാണ്ട് സ്വയം കട്ടുപിടിക്കും. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ. പുതിയ UDF ഭരണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ BJPയും 3 MLA BJPക്ക് ഇട്ടിട്ടുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ നല്ല ഉഷാറായി അവർക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. എല്ലാ നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കും നല്ല ഒരു ആശംസ അറിയിക്കുന്നു. അതുപോലെ ഇനിയെങ്കിലും നിങ്ങളുടെ പാർട്ടി പോരൊക്കെ നിർത്തി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി കിട്ടുന്ന സമയങ്ങൾ യൂസ് ചെയ്യുക. താങ്ക് യു.